ഇപ്പോൾ നമ്മൾ ഷിരൂരിലേക്കാണ് പോകുന്നത്. ഷിരൂരിൽ മൂന്നാം ഘട്ട തെരച്ചിൽ തുടരുമ്പോൾ ഈശ്വർ മാൽപേ അടക്കമുള്ളവർ പ്രതികരിക്കുന്നു. വണ്ടിയുടെ വർഷം കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, നേരത്തെ അവിടെ ഒരു ഡിജിൽ വരണമെന്ന് ചൊല്ലി നേരത്തെ ഡിജിൽ വന്നിട്ടുണ്ട്. അവർ പിന്നെ അടി പോയി മിഷാൻ, പിന്നെ അടിയിലെ മിഷാൻ ഇല്ല, അത് ഒരു വല്ല പാറകല്ല് അതിൻ്റെ ചവിട്ട് ഇത് മേലെ വന്നു. പിന്നെ അത് ഒരുപാട് കീഴെ പോകണം, അത് കൊഞ്ചം കമ്മിയായത് ഇതാക്കുന്നത്. മരങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഈ തടി കഷ്ണം കിട്ടി ഇപ്പം ഒന്നിനെ കിട്ടി. ഞാൻ പോകുന്ന സമയത്തില്ല, ഇപ്പോൾ ഒന്ന് കിട്ടി. പിന്നെ എത്ര ഭാഗത്തിൽ തടിയുണ്ടെന്ന് നോക്കിയിട്ട് മേലാക്കി. പിന്നെ കീഴെ സെലിട്ട നമ്മ അർജുൻ്റെ ദേഹത്ത്, പിന്നെ ഇവിടെയുള്ള ജഗന്നാഥ് ലൊക്കേഷൻ അവിടെ സിലിട്ടനെ കിട്ടിയെങ്കിൽ ഞാൻ മേലെ കൊണ്ടുവരും. കാണും, ഒത്തിരി കാണും. എന്താ പറഞ്ഞാൽ മരങ്ങൾ ഒത്തിരി ഉണ്ട് കീഴെ. ആ മരങ്ങൾ എടുത്തിട്ട് പിന്നെ അടിഭാഗത്ത് നിന്ന് സിലിട്ടും കിട്ടി എടുത്തു തരാം. ഷിരൂരിൽ മൂന്നാം ദൗത്യം, അതിൻ്റെ ചില വിശദാംശങ്ങൾ കൂടിയാണ്. നദിക്ക് അടിയിൽ മരങ്ങൾ വല്ലാതെ ഉണ്ട്. പല സൂചനകളും ലഭിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ ഒന്നിലേക്കും പോകാനാകാത്തൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെയാണ് ഈശ്വർ മാൽപേ വിശദീകരിക്കുന്നത്. നേരത്തെ ലോറി ഉടമ മനാഫും ഇത് പല സ്ഥിരീകരണവും നടത്തിയിരുന്നു. ഇപ്പോൾ സിജു കണ്ണൻ അവിടെ നിന്നും ചേരുകയാണ്. സിജു, ഏറ്റവും പുതിയ പുരോഗതി എന്താണ് ഗംഗാവാലിയുടെ അടിത്തട്ടിൽ നിന്ന്? അജിംഷാദ്, ഇപ്പോൾ ഈ മുങ്ങിപ്പരിശോധനയിൽ ഈശ്വർ മാൽപേ നടത്തിയ മുങ്ങിപ്പരിശോധനയിൽ ഒരു തടിക്കഷ്ണം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. തടിക്കഷ്ണം ഈ ലോറിയിലേതാണെന്നാണ് ഇപ്പോൾ ഈ മനാഫ് പറയുന്നത്. മനാഫ്, ഇപ്പോൾ ലോറി ഡ്രൈവർ മനാഫ് കൂടെ ചേരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ട്രക്കിലുള്ള തടിക്കഷ്ണം തന്നെ? അതെ, ഇത് നമ്മൾ തന്നെയാണ്. ഇതേമാതിരി തന്നെ ഈശ്വർ മാൽപേ പറയുന്നത് ഇനിയും കഷ്ണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈശ്വർ മാൽപേനെ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് ഡഡ്ജറിനെക്കാട്ടും കൂടുതൽ ഈശ്വർ മാൽപേക്കാണ് സാധിക്കുക. ഡഡ്ജറിൻ്റെ ഇപ്പം പരിശോധിക്കേണ്ട സ്ഥലത്ത് വെള്ളം കൂടുതൽ കാരണം ഡഡ്ജറിൻ്റെ എന്താ പറയുക ഇതുണ്ടല്ലോ, ബക്കറ്റ് ഡൂം അടിത്തട്ടിൽ തട്ടണില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പം ഉണ്ട്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വേറെ അധികൃതരാരും ഇല്ല. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഡൂം തട്ടണില്ലെങ്കിൽ തട്ടണ ഭാഗത്ത് തെരച്ചിൽ നടത്താനുള്ളെങ്കിലും ഒരു ചെറിയ സാമാന്യ ബുദ്ധിയെങ്കിലും ഇവർ കാണിക്കണം. ശരിക്കും വെറുതെ എന്താ പറയുക ആഴത്തിൽ എന്താ പറയുക അടിത്തട്ട് തൊടുന്നില്ല. ആ തൊടാത്ത സമയത്ത് വേറെ ഏതെങ്കിലും ഭാഗത്ത് ഒരു പരിശോധിക്കണം എന്നുള്ള. അതേമാതിരി തന്നെ ഇതിലെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വർ മാൽപേനെ പോലെയുള്ള ആളുകളുടെ ആവശ്യം എന്താന്നുള്ളത് ഈ ടൈപ്പ് ഇതാ കണ്ടില്ലേ. ഇത് ആദ്യമായിട്ടാണ് പുഴയെന്ന് ഞമ്മക്ക് ഒരു മരം കിട്ടുന്നത്. ഇപ്പം അതല്ലാതെ 2-3 ആംഗ്ലറൊക്കെ ഇപ്പം ഇന്ന് കിട്ടി ഈശ്വർ മാൽപേക്ക്. അതിനൊന്നും വലിയ പ്രാധാന്യമില്ല. ഇതിന് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ മരം ഇല്ലയെന്ന്, ലോറി വരെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ പുഴയെന്ന് അടിത്തട്ടിൽ നിന്ന് ഒരു കൂട്ടം മരങ്ങൾ അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു മരം മൂപ്പരും കൊണ്ട് അതിലെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അജിംഷാദ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഈശ്വർ മാൽപേ നടത്തിയ പരിശോധനയിൽ മരത്തടി കണ്ടെത്തി. ഇത് അർജുൻ യാത്ര ചെയ്തിരുന്ന വന്നിരുന്ന ട്രക്കിലുണ്ടായിരുന്ന മരത്തടിയാണെന്ന് 100% ഉറപ്പിച്ച് പറയുകയാണ് ട്രക്ക് ഉടമ മനാഫ്. ഇങ്ങനെ നിരവധി മരത്തടികൾ ഇപ്പോൾ ഈ .4 തൊട്ട് താഴെയായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മരത്തടി എടുക്കുക അല്ല പ്രധാനം. അർജുൻ, അതോടൊപ്പം തന്നെ ജഗന്നാഥൻ, ലോകേഷ് എന്നിവർ എവിടെയുണ്ട് എന്ന് കണ്ടെത്തുകയാണ്. തീർച്ചയായും ആ മരക്കഷ്ണം, അതായത് മനാഫ് സ്ഥിരീകരിച്ച മരക്കഷ്ണം അർജുൻ്റെ ലോറിയുടെ ഇത് തന്നെയാണ്, അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടി തന്നെയാണ് എന്ന് മനാഫ് ലോറി ഉടമ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ തടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഭൂമിയുടെ അടിയിൽ ഗംഗാവാലി പുഴയുടെ അടിവശത്ത് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന തടി കഷ്ണങ്ങളുണ്ട്. അതിൽ നിന്നൊന്നാണ് മാൽപേ കരയ്ക്കെത്തിച്ചതാണ് ഇപ്പോൾ നാം തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. സിജു, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, ഈ തടി ഉണ്ട് എങ്കിൽ അവിടെ തന്നെ സമീപത്ത് ലോറിയും ഉണ്ടാകും എന്ന് തന്നെയാണ് സാമാന്യഗതിയിലുള്ള സൂചന. മറ്റ് ഒഴുക്കുകളോ മറ്റ് അടിയൊഴുക്കുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും തടിയുടെ കൂട്ടമുണ്ട്. അതിൽ നിന്നൊന്നാണ് മാൽപേ എടുത്തുകൊണ്ട് കരയിലെത്തിച്ചതെന്ന് നാം ഇപ്പോൾ കാണുന്നു, അല്ലേ സിജു?
അജിംഷാദ്, തീർച്ചയായും ഇത് അർജുൻ്റെ ട്രക്കിലുണ്ടായിരുന്ന മരത്തടിയാണെന്ന് 100% ഉറപ്പിച്ച് പറയുകയാണ് മനാഫ്. കാരണം മറ്റ് ഇങ്ങനെ ഒരു ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു മരത്തടി വരേണ്ട സാഹചര്യമില്ല. ഇന്ന് രാവിലെ മുതൽ ഈശ്വർ മാൽപ്പെ നടത്തിയ പരിശോധനയിൽ അതിനകത്ത് നിരവധി സാധനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഇങ്ങനെ നിരവധി മരത്തടികൾ അവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ തന്നെ പറയുന്നത്. പക്ഷേ മരത്തടി പുറത്തെത്തിക്കുക എന്നല്ല പ്രധാനം, ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ജഗന്നാഥൻ, ലോകേഷ്, അതോടൊപ്പം തന്നെ അർജുൻ എന്നിവരെ മൃതദേഹം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുൾപ്പെടെ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് ഈ മരത്തടി പുറത്തെത്തിക്കുന്നില്ല. ഇങ്ങനെ നിരവധി മരത്തടികൾ ഇവിടെ ഈ കോണ്ടാക്ട് പോയിന്റ് 4-ന്റെ താഴെയായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു എന്നാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. ഇന്ന് രാവിലെ 8:45 കൂടിയാണ് ഈശ്വർ മാൽപ്പെ ഈ സ്ഥലത്ത് പരിശോധന നടത്തി, മുങ്ങി പരിശോധന നടത്താൻ ഇറങ്ങിയത്. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം കയറി വരുമ്പോഴാണ് ഇങ്ങനെ ഒരു മരത്തടി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ മരത്തടി കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനാഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ഈ മരത്തടി ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും നിർണായകമായ 3-ാം ഘട്ട തെരച്ചിലിൽ നിർണായകമായ ചില സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ തത്സമയ വിവരങ്ങളാണ് സുജു കണ്ണൻ അവിടെ നിന്നും ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത്.